വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. എൻ്റെ പേര് അപർണ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് +2 പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നേഷൻ ബിൽഡിംഗ്, അതായത് നമ്മുടെ ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്ന ചാപ്റ്ററിൽ നേഷൻ ബിൽഡിങ്ങിൽ, അതായത് രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മൾ നേരിട്ട വെല്ലുവിളികളെ പറ്റിയിട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പാർട്ടീഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ പാർട്ടീഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അതിൽ കുറേ കോൺസിക്വൻസും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും. അതിനെ പറ്റിയിട്ടൊക്കെ എന്തൊക്കെയാണ് നമ്മളതിന് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ, ഈ പാർട്ടീഷൻ പ്രോസസ്സ് വന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്, ഇന്ത്യയിൽ മൊത്തം അതിനെ പറ്റിയിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ ഇതിനെ അഫക്റ്റ് ചെയ്തതെന്ന് പറയുന്നത് അത് ഈ അതിർത്തിയുടെ ഇരുവശവുമുള്ള മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങളിലെ ആയിരുന്നു ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത്. Lakhs of Hindus and Sikhs in the area that were now in Pakistan and an equally large number of Muslims on the Indian side of Punjab and Bengal. അതായത് ഇപ്പോൾ പാകിസ്ഥാനിലായിരുന്ന പ്രദേശങ്ങളിലെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും പഞ്ചാബിൻ്റെയും ബംഗാളിൻ്റെയും ഇന്ത്യൻ ഭാഗത്തേക്കും, അതേപോലെ ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങളും കുടുങ്ങി. അതായത് പലരും പല സ്ഥലത്തായിട്ട് കുടുങ്ങി. അവർക്ക് അവരുടേതായിട്ടുള്ള ഡോമിനൻസ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ഒരു ഇതില്ലാത്ത രീതിക്ക് സ്വന്തം സ്ഥലം മാറുവാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കും സിഖുകൾക്കും വളരെയധികം ക്രൂരതകൾ നേരിടേണ്ടി വരാറുണ്ട്. അപ്പോൾ അവരവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അതേപോലെ തന്നെയാണ് മുസ്ലിംസ് ഹിന്ദുക്കളുടെയും സിഖുകളുടെയും ഈ ആധിപത്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും. അങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് തങ്ങളും അവരുടെ പൂർവികരും താമസിച്ചിരുന്ന നാട്ടിൽ, അതായത് സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടുകാർ, സ്വന്തം അപ്പനപ്പന്മാരൊക്കെ ജീവിച്ചിരുന്ന സ്വന്തം വീട്ടിൽ വെറും അന്യഗ്രഹ ജീവികളെ പോലെ, അതായത് ഞാനിവിടെ നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറച്ച് ആശങ്കകളൊക്കെ ഇല്ലേ, അത് സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോഴും അവർക്ക് അനുഭവപ്പെടുക. കാര്യം അവർക്ക് ചുറ്റും നടക്കുന്നത് അവർ ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നടക്കുകയാണ്. അപ്പോൾ അവർ സ്വന്തം വീട്ടിൽ ഒരു അന്യരായിട്ട് മാറുകയാണ്. സ്വന്തം നാട് അവർക്ക് അന്യമായിട്ട് ഈ പാർട്ടീഷൻ കാരണം മാറുവാണ്. As soon as it became clear that the country was going to be partitioned, the minorities on both sides become easy targets of attack. രാജ്യം വിഭജിക്കാൻ പോകുന്നു എന്ന് വ്യക്തമായ സമയത്ത് ഉണ്ടായത് ഈ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്ക് ഇരുവശത്തുമുള്ള മൈനോറിറ്റീസിനെ ആക്രമിക്കാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. കാര്യം അവർക്ക് അവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ല, അവർക്കൊരു ഹെൽപ്പിന് പോകാനായിട്ട് ആരുമില്ല. കാര്യം കൂടുതലും ഈ ആക്രമിക്കുന്നവരുടെ ആൾക്കാരാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പാർട്ടീഷൻ കാരണം ഉണ്ടായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വിഭജനം കാരണം എന്തൊക്കെയാണ് ഫലങ്ങൾ ഉണ്ടായത് എന്നാണ്. There were killings and atrocities on both sides of the border. അതായത് അതിർത്തിക്ക് ഇരുവശവുമുള്ള ആളുകളെ കൊല്ലാനും അതേപോലെ ആക്രമിക്കാനും ഒക്കെ തുടങ്ങി. അതായത് മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ ചെയ്യുന്നത്, അവർ കൊല്ലാൻ തുടങ്ങി, അതേപോലെ ആക്രമിക്കാൻ തുടങ്ങി. പിന്നെ ജാതിയുടെ പേരിൽ, അതുവരെ ജാതിയും മതമൊന്നും പറഞ്ഞിട്ട് തമ്മിൽ ഉണ്ടായിരുന്നില്ല. പാർട്ടീഷൻ വന്ന സമയത്ത് ഉണ്ടായത്, ജാതിയുടെ പേരിൽ ആളുകൾ തമ്മിൽ തല്ലാനും ആക്രമിക്കാനും കൊല്ലാനും വരെ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പാർട്ടീഷൻ കാരണം. Cities like Lahore, Amritsar and Kolkata became divided into communal zones. അതായത് ലാഹോറും അമൃത്സറും കൊൽക്കത്തയും തുടങ്ങിയ നഗരങ്ങളൊക്കെ വർഗീയ മേഖലകളായിട്ട് വിഭജിക്കപ്പെടുകയാണ്. അതുവരെ അവർ വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന സ്വന്തം സ്ഥലം ഒരു വിഭജനം വന്നു, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അന്യമാവുകയും സ്വന്തം സ്ഥലത്ത് പോലും സേഫ് അല്ലാതാവുകയാണ്. അവർ ആക്രമിക്കപ്പെടുകയാണ്. ഈ ലാഹോർ, കൊൽക്കത്ത, അമൃത്സർ പോലുള്ളതൊക്കെ വർഗീയ മേഖലകളായിട്ട് മാറുകയാണ് ചെയ്തത്. മുസ്ലിംസ് വുഡ് അവോയ്ഡ് ഗോയിങ് ഇൻ ടു ആൻ ഏരിയ വെയർ മെയിൻലി ഹിന്ദുസ് ഓർ സിഖ്സ് ലീവ്ഡ്. അതായത് പ്രധാനമായിട്ടും ഹിന്ദുക്കളും സിഖുകളും ഒക്കെ താമസിക്കുന്ന പ്രദേശത്തേക്ക് മുസ്ലിങ്ങൾ പോകുന്നതിന് പേടിച്ചു. കാര്യം അവരെ ആക്രമിക്കും. അത് അറിയാവുന്നത് കൊണ്ട് മുസ്ലിംസ് ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ ഉള്ള കൂടുതൽ ആധിപത്യമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പേടിച്ചു. തിരിച്ചും അതുപോലെ തന്നെ ഹിന്ദുക്കളും സിഖുകളും മുസ്ലിംസ് കൂടുതലായിട്ട് ജീവിക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് അവരും പേടിച്ചു. കാര്യം അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ തമ്മിൽ തല്ലാൻ തുടങ്ങി. Forced abandon their homes and move across borders, people went through immense sufferings. അതായത് വീടുകൾ ഉപേക്ഷിച്ച് അതിർത്തി കടന്നു പോകാനായിട്ട് ഇവർ നിർബന്ധിതരാവുകയാണ്. അവരോട്
ആരും വന്ന് പറഞ്ഞ് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവർ പോവല്ല. അവർ വിഭജനം കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം സഫർ ചെയ്യാൻ പറ്റാതെ അവരെന്താ സ്വന്തം വീട് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ വീടുകളും കാര്യങ്ങളും ഒക്കെ വിട്ടിട്ട് അവർ വേറെ നാട്ടിലോട്ട് പോവാണ്. അവിടെ ചെന്ന് അവർക്കൊന്നുമില്ല. അവരിനി ഒന്നേന്നെല്ലാം തുടങ്ങണം. ഇന്നുള്ള ആൾക്കാരെന്താ നിർബന്ധിതരാവുകയാണ് ചെയ്തത്. മൈനോറിറ്റീസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ബോർഡർ ഫ്ലഡ് ദെയർ ഹോംസ് ആൻഡ് ഓഫർ സെക്യൂർ ടെമ്പററി ഷെൽട്ടർ ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. അതായത് അതിർത്തിയുടെ ഇരുവശത്തുമുള്ള മൈനോറിറ്റീസ് എന്താ വീടുകൾ ഉപേക്ഷിച്ചിട്ട് അവരെവിടെ പോയി അഭയം പ്രാപിക്കേണ്ടി വന്നു? അഭയാർത്ഥി ക്യാമ്പുകളിൽ പോകേണ്ടി വന്നു. കാര്യം അവർക്ക് വേറെ സ്ഥലമില്ല പോവാൻ. അവരുടെ സ്വന്തം വീട് പോയി. വീട് പോയത് മാത്രമല്ല അവർക്ക് നിന്ന് നിലനിൽക്കാനോ തലചായ്ക്കാനോ ഒരു സ്ഥലമില്ല. അപ്പോൾ അവരവിടെ പോയി അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി. ദേ ഓഫൻ ഫൗണ്ട് അൺഹെൽപ്ഫുൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോലീസ് ഇൻ വാട്ട് വാസ് ടിൽ റീസെൻ്റ്ലി ദെയർ ഓൺ കൺട്രി. അതായത് അവരുടെ സ്വന്തം രാജ്യത്ത് അതുവരെ ഉണ്ടായിരുന്ന ഭരണകൂടവും പോലീസും ഒക്കെ നിസ്സഹായരായിട്ട് അവരെ സഹായിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ അവർ കാണുകയാണ് സ്വന്തം കണ്ണിൽ. സ്വന്തം നാട് ഇതുവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പോലീസുകാരും ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ നിസ്സഹായരാവുകയാണ് ഈ ഒരു വർഗീയതയിൽ. ദേ ട്രാവൽഡ് ടു ദ അതർ സൈഡ് ഓഫ് ദ ന്യൂ ബോർഡർ ബൈ ഓൾ സോർട്സ് ഓഫ് മീൻസ് ഓഫർഡ് ബൈ ഫുഡ്. ഈവൻ ഡ്യൂറിങ് ദിസ് ജേർണി ദേ വെയർ ഓഫൺ അറ്റാക്ഡ്, കിൽഡ് ഓർ റേപ്ഡ്. അവർ പുതിയ അതിർത്തിയുടെ മറുവശത്തേക്ക് എല്ലാത്തരം മാർഗങ്ങളിലൂടെ അവർ പോവുകയാണ്. അവർ ചിലപ്പോൾ കാൽനടയായിട്ട് പോവും, അല്ലെങ്കിൽ ഒരു കാളവണ്ടിയിൽ പോവും. അങ്ങനെ അവർ ഏതൊരു രീതിക്കും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം നേടി വേറൊരു അതിർത്തിയുടെ വേറൊരു വശത്തോട്ട് പോവുകയാണ്. ഈ ആ യാത്രയിൽ അവർക്ക് നേരിടേണ്ടി വരുന്നത് ക്രൂരതകളാണ്. അവർ ആക്രമിക്കപ്പെടാം, അല്ലെങ്കിൽ ഒരു കൊല്ലപ്പെടാം, സ്ത്രീകളാണെങ്കിൽ റേപ്പ് ചെയ്യപ്പെടാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്, സിറ്റുവേഷൻസ് ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. തൗസൻഡ്സ് ഓഫ് വുമൺ വെയർ അബ്ഡക്റ്റഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ബോർഡർ. അതായത് അതിർത്തിയുടെ ഇരുവശത്തുമായിട്ട് ആയിരക്കണക്കിന് സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോവുക വരെ ഈ സമയത്തുണ്ടായി. ദേ വെയർ മെയ്ഡ് ടു കൺവേർട്ട് ടു ദ റിലീജിയൻ ഓഫ് ദ അബ്ഡക്റ്റർ ആൻഡ് വെയർ ഫോഴ്സ്ഡ് ഇൻ ടു മാരേജ്. അതായത് തട്ടിക്കൊണ്ടുപോയ ഏതൊരു വ്യക്തിയാണോ അവർ തട്ടിക്കൊണ്ടുപോയത്, ആ തട്ടിക്കൊണ്ടുപോയ മതത്തിലേക്ക് സ്ത്രീകൾ മതപരിവർത്തനം സംഭവിക്കുകയും അവരവിടെ നിർബന്ധിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ കൺസെൻ്റ് ഇല്ലാതെ വിവാഹം കഴിപ്പിക്കുകയും വരെ ഈ സമയത്ത് ചെയ്തു സ്ത്രീകളെ. In many cases, women were killed by their own family members to preserve the family honor. പിന്നെ ചില കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ കൊല്ലുക വരെ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? സ്വന്തം ആൾക്കാർ സ്വന്തം കുടുംബക്കാർ കൊന്നു. എന്തിനാ? സ്വന്തം തറവാടിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ പേര് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളെ സ്വന്തം ആൾക്കാർ തന്നെ കൊല്ലുന്ന അവസ്ഥ വരെ നമുക്കിത് കാണേണ്ടി വന്നു. ചിൽഡ്രൻസ് വെയർ സെപ്പറേറ്റഡ് ഫ്രം ദെയർ പാരൻസ്. അതേപോലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന് വരുന്ന വേർപിരിയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഈ പാർട്ടീഷൻ സമയത്ത് വരികയുണ്ടായി. പിന്നെ ദോസ് ഹൂ ഡിഡ് മാനേജ് ടു ക്രോസ് ദ ബോർഡർ ഫൗണ്ട് ദാറ്റ് ദേ ഹാഡ് നോ ഹോം. അതിർത്തി കടന്ന് എത്തിയവർക്ക് വീടുണ്ടോ? ഇല്ല. അവർ നേരത്തെ എല്ലാം ഉള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് ഇപ്പുറത്ത് വേറൊരു സ്ഥലത്ത് വരുന്ന സമയത്ത് അവർക്കിനി ഒന്നേന്ന് തുടങ്ങണം. വീട് വെക്കണമെങ്കിൽ അവർ ഒന്നേന്ന് ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീണ്ടും തുടങ്ങണം. വളരെയധികം മണിമാളികകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് കുടിലിൽ താമസിക്കേണ്ട അവസ്ഥ വരെ നമുക്ക് പാർട്ടീഷൻ സമയത്ത് കാണാൻ കഴിയുകയുണ്ടായി. For lakhs of these refugees, the country's freedom mean life in refugee camp for months and sometimes for years. അതായത് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? അഭയാർത്ഥി ക്യാമ്പുകളിലെ ജീവിതമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്ന സമയത്തും അവർക്ക് അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന സന്തോഷ സൗഭാഗ്യം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അവരെന്തായി മാറി? അഭയാർത്ഥികളായിട്ട് വെറും അഭയാർത്ഥി ക്യാമ്പുകളിൽ തള്ളപ്പെടുകയാണ് ഈ സമയത്ത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ അഭയാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിലെ ജീവിതം മാത്രമായിട്ട് മാറി. ഇത്രയും കാര്യങ്ങളാണ് ഈ നമുക്ക് പാർട്ടീഷൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാ? റേപ്പ് ചെയ്യപ്പെടുക, ആക്രമിക്കപ്പെടുക, അതേപോലെ സ്വന്തം വീടും നാടും നഷ്ടപ്പെടുക, പിന്നെ അഡ്മിനിസ്ട്രേഷനൊക്കെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പാർട്ടീഷൻ സമയത്ത് നമ്മൾ കാണേണ്ടി വന്നു. ഇനി നമ്മൾ പോകുന്നത് അടുത്ത നമ്മുടെ ടാസ്കിലോട്ടാണ്. അതായത് നേഷൻ ബിൽഡിങ്ങിൽ നമ്മൾ നേരിട്ട രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്
നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതായത് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിലോട്ടാണ് നമ്മളിനി പോകുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻ ടു വാട്ട് വെയർ കോൾഡ് ദ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ് ആൻഡ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. നേരത്തെ പറഞ്ഞായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിരുന്നത് എങ്ങനെയാണ്, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസ് എന്നും പിന്നീട് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നും രണ്ടായിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യ അറിയപ്പെട്ടിരുന്നത്. The British Indian provinces were directly under the control of the British government. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസ് അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസ് ആരുടെ അണ്ടറിലായിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ടായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസ് ഭരിച്ചിരുന്നത്. On the other hand, several large and small states ruled by princes called the princely states enjoyed some form of control over their internal affairs as long as they accepted British supremacy. അതായത് കുറച്ച് ആൾക്കാരുണ്ട്, അവർ ഭരിക്കുന്നത് രാജാക്കന്മാരാണ്, പക്ഷേ അവർ ബ്രിട്ടീഷിൻ്റെ അണ്ടറിലാണ് രാജ്യത്തെ കാര്യങ്ങൾ നോക്കുന്നത്. ബ്രിട്ടീഷ് സുപ്രമസീനെ അവർ അംഗീകരിച്ചു, അതിനുശേഷം അവർ താഴത്ത് കുറച്ച് നിബന്ധനകളോട് കൂടിയിട്ട് സ്വന്തം രാജ്യം ഭരിക്കുകയാണ് ചെയ്തത്. അവരാണ് നമ്മൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേര് ചേർന്നതായിരുന്നു എന്ത്, ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏതൊക്കെയാ, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസും പ്രിൻസ്ലി സ്റ്റേറ്റ്സും. അപ്പം നമുക്ക് സ്വതന്ത്രത്തിന് ശേഷം നമുക്ക് നേരിടേണ്ടി വന്നത് ബ്രിട്ടീഷിൻ്റെ കീഴിലുണ്ടായിരുന്നത് അവർ പോയതോടുകൂടി ഇന്ത്യൻ യൂണിയൻ ആയിട്ട് അങ്ങ് മാറി. പക്ഷേ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഏകദേശം ഒരു 565 എണ്ണം ഉണ്ടായിരുന്നു. ഈ 565 എണ്ണത്തിൽ ഒട്ടുമിക്ക എല്ലാം നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ കുറച്ച് പേർക്ക് മാത്രം ഇതുവരെ അനുഭവിച്ചിരുന്ന ആ അധികാരത്തിന് വിട്ടുകൊടുക്കാനുള്ള ഒരു മടി കാരണം ഒറ്റയ്ക്ക് നിലനിൽക്കാനായിട്ട് നിന്നു. അതിനൊരു കാര്യമുണ്ട്, അത് നമുക്കിപ്പോൾ നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് അനൗൺസ് ടു ലാപ്സി ഓഫ് ബ്രിട്ടീഷ് പാരാമൗൺസി ഓവർ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വിത്ത് ദ എൻഡ് ഓഫ് ദർ റൂൾ ഓവർ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ഭരണം അവസാനിച്ച സമയത്ത് നമ്മുടെ ബ്രിട്ടീഷുകാർ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനോട് പറഞ്ഞു അവരുടേതായിട്ടുള്ള കരാറ് നിൽക്കുവാണ്, ഞങ്ങൾ ഇവിടുന്ന് പോവാണ്, അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാനിൽ നിൽക്കാം, ഇനി ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാം. അങ്ങനെയുള്ള രീതിക്ക് ബ്രിട്ടീഷുകാർ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനോടൊരു കാര്യം പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് took the view that all these states were free to join either with India or Pakistan or remain independent. It became hindrance for unity of nation. ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം ഇന്ത്യയുമായോ പാകിസ്ഥാനുമായോ ചേരാനോ സ്വതന്ത്രമായ നിലകൊള്ളാനോ സ്വാതന്ത്ര്യമുണ്ടെന്ന കാഴ്ചപ്പാട് ആര് സ്വീകരിച്ചു, ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ചു. ഇത് രാജ്യത്തിൻ്റെ ഐക്യത്തിന് തടസ്സമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പം നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പം ഈ 565 ഒട്ടുമിക്ക എല്ലാവരും നമ്മുടെ ആരോട് ചേർന്നു, ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. പക്ഷേ കുറച്ച് പേര് നിന്നു, ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നിന്നു എന്ന് പറഞ്ഞേ. അതിലാരൊക്കെയാണ് നമുക്ക് നോക്കാം. ആരൊക്കെയാ? ഒന്ന് നമ്മുടെ ട്രാവൻകൂർ, നമ്മുടെ കേരളത്തിലെ തിരുവിതാംകൂറുകാർ ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ നിസാം ഓഫ് ഹൈദരാബാദ് ഡിക്ലെയർ ചെയ്തു അവരൊറ്റയ്ക്ക് നിൽക്കുവാണെന്ന്. ഇങ്ങനെ കുറച്ച് പേര് പറയുവാണ് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുവാണ്, എനിക്ക് വേറെ ആൾക്കാരുടെ കൂടെ ഒന്നും പോവണ്ട എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നോക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആരൊക്കെയായിരുന്നു ഇന്ത്യൻ യൂണിയനിൽ കയറാതിരുന്നത്. ഒന്ന് ഹൈദരാബാദ് ഉണ്ട്, ഒന്ന് ജുനഗഡ് ഉണ്ട്, പിന്നെ ഒന്ന് ട്രാവൻകൂർ ഉണ്ട്, കാശ്മീർ ഉണ്ട്, മണിപ്പൂർ ഉണ്ട്. ഇത്രയും പേര്, അതായത് ഈ ഒരു 5 രാജ്യങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചു. ഈ 5 രാജ്യങ്ങൾ നോക്കിക്കോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഹൈദരാബാദ്, ജുനഗഡും കാശ്മീറും നോക്കിക്കോണം. നമുക്ക് കാശ്മീർ പിന്നെ സെപ്പറേറ്റ് പഠിക്കാനുണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയാണ്, നമ്മൾ പാർട്ടീഷൻ കാരണം നമ്മൾ അനുഭവിച്ച കോൺസിക്വൻസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നു, അത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാം, അതിനെ പറ്റിയിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ തുടങ്ങി വെച്ചു. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെ പറ്റിയിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു.